നമസ്കാരം. വൈശാഖം മീരാനന്ദനും കൂടിയിട്ട് ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ UAE വന്നു കഴിയുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് മരുഭൂമിയാണ്, ഇവിടെ മണ്ണില്ല, വെള്ളമില്ല, വളക്കൂറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ പല സമയങ്ങളിലും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരെ. പല രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് സ്ട്രോബെറി കൃഷിയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഒരു രക്ഷയില്ല. ഇവിടെ ആക്ച്വലി നമ്മുടെ നാട്ടില് മറയൂർ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അങ്ങനത്തെ ആ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെരി വെരി വെൽ മെയിൻറ്റെയിൻഡ്. പറയാതെ വയ്യ. ഇത് കണ്ടിട്ടുള്ള കൊതിയാണ്. സത്യം. ഈ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇത്രയും ചൂടുള്ള ഒരു സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പുണ്ട്. എന്നാലും ഇവിടെ ഈ ഒരു സ്ട്രോബെറി കൃഷി ചെയ്യുക എന്ന് വെച്ചാൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഇത് ഞങ്ങൾ ഇവിടുന്ന് പറിച്ചു വന്നാണ്. നമുക്കൊന്ന് കഴിച്ചാലോ? നല്ല മധുരമുണ്ട്. ആൻഡ് ഇറ്റ്സ് അമേസിംഗ്. ഞെട്ടിച്ചു കളഞ്ഞു എന്തായാലും ഈ ഒരു ദൈവത്തിലുള്ള ഈ ഒരു സ്ട്രോബെറി ഫാം ഹൗസിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഏക്കർ കണക്കിനാണ് ഇവിടെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇവർക്ക് ഒരുപാട് നല്ല നല്ല ഫാം ഹൗസസ് ഉണ്ട്. ഇവിടെ സ്ട്രോബെറിയാണ് ഇവർ പക്ഷെ വളർത്തുന്നത്. കഴിച്ചാലോ? കഴിക്കാം. അടിപൊളി, സൂപ്പർ. സത്യം പറഞ്ഞാല് പല യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാർ ഇതുപോലെ സ്ട്രോബെറി ഒക്കെ കൈപ്പിടിച്ച് ഇങ്ങനെ കഴിക്കുന്ന ഭയങ്കര ഷോപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നേരെ ദൈദിലേക്ക് വിട്ടാൽ മതി. ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്ട്രോബെറി കൈയോടെ പറിച്ച് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ഈ കഴിക്കുന്ന പോലെ. How many strawberries you pluck from this farmhouse? Now it is 250 carton, 200 carton almost. Okay. We are getting every day. No, every day. Yes. Okay. 200 to 250 carton. Oh, right. But before was covered all this area and daily between 5 to 6 tons. Oh, my okay. God. Been sending to Japan and Hong Kong from UAE. Now due to limitation of water and the shortage and leakage of water, this is why we are producing a limited area and we are covering Emirates Airlines and Carrefour and what is it? Okay, we understand. And one more thing, what climate is more suitable for this? Yeah, this is the thing, you know. Actually, in the world, people thinking for the greenhouses. The strawberry mostly, no. But UAE climate, you know that from October till May, it is very nice climate for growing everything. Yeah. Oh, okay. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹം പറഞ്ഞ വലിയൊരു ഘടകമാണ്. കാരണം ഒക്ടോബർ മുതൽ മെയ് മാസം വരെ UAEയുടെ ക്ലൈമറ്റ്, ഇത് UAEക്ക് പുറത്തുള്ള ആൾക്കാരടുത്ത് പറഞ്ഞതാണ്, ഏറ്റവും പെർഫെക്റ്റ് ഒരു ക്ലൈമറ്റ് ആണ്. എന്തും വളരുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പോഴും അതെ, ഞങ്ങൾ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഗ്രീൻ ഹൗസിന്റെ ഒന്നും ആവശ്യമില്ല, പുറത്ത് വെച്ച് വളർത്താനാണെങ്കിലും ഈ സ്ട്രോബെറി വളരുന്നുണ്ട്. Exactly. അങ്ങനെ ദെയ്ദിലുള്ള ഈ ഒരു ഫാം ഹൗസ്, സ്ട്രോബെറി വളരുന്ന ഈ ഒരു ഫാം ഹൗസിന്റെ മറ്റൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ജുലാഷ് ആണ്. ജുലാഷ് ആണ് ഈ ഒരു ഫാം ഹൗസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. സത്യം പറഞ്ഞ ജുലാഷ് ഇവിടെ വന്നപ്പോ തൊട്ടിട്ട് സ്ട്രോബെറി കഴിച്ച് സത്യം പറഞ്ഞാൽ മതിയാവുന്നില്ല. അത്ര രുചിയുള്ള സ്ട്രോബെറീസ് ആണ്. ആൻഡ് ജുലാഷ് പറയായിരുന്നു ഈ സ്ട്രോബെറീസ് കൊണ്ട് പല പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാന്നുള്ളത്. അതെ, ജുലാഷ് ശരിക്കും എന്താണ് ബേസിക്കലി ഒരു ഫാം ഹൗസ് ഒക്കെ സ്വന്തമായിട്ടുണ്ട്. ഈ ഒരു സ്ട്രോബെറി നടത്തുന്നുണ്ടോ? സ്ട്രോബെറി ഫാം ഹൗസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഇതെന്റെ ഒരു സ്പോൺസറിന്റെ ഫാം ഹൗസ് ആണ്. സ്റ്റാർട്ടിങ് 4 വർഷമായി സ്ട്രോബെറി മാത്രം കൃഷി ചെയ്യുന്നത്. സ്പെയിനിലുള്ള സ്ട്രോബെറി ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. പിന്നെ അൾജീരിയയിലുള്ള സ്ട്രോബെറി ഉണ്ട്, ഇറാനിലുള്ള സ്ട്രോബെറി ഉണ്ട്. ഓക്കെ. സോ ഇതെല്ലാം നിങ്ങൾക്ക് ദെയ്ദിൽ വന്നാൽ കാണാൻ പറ്റും. ശരിക്കും എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഫെബ്രുവരി മാസമാണ്, ആ ഒരു തണുത്ത കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. നമ്മളേതോ
ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തിയ പോലൊരു തോന്നൽ. അത് കാരണം മാത്രല്ല വൈശാഖ്, നമ്മൾ നേരത്തെ നിന്നിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇത്തിരി കൂടെ പൊക്കത്തിലായിരുന്നു ഫാമിംഗ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ താഴെയാണ് ഇവിടത്തെ ഫാമിംഗ് നടക്കുന്നത്. ആൻഡ് ഇത് മണലല്ല അല്ലേ, ഇവിടത്തെ മണ്ണല്ല. അല്ല, ഇത് അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന സോയിലാണ്. ഓക്കെ ഓക്കെ